ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന മേഖലയിൽ നിന്നുള്ള ഒരു ചെറിയൊരു മോക്ക് ടെസ്റ്റാണ് കേട്ടോ. കുറച്ചധികം ഏരിയാസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ആൻസർ പറയുന്നതിന് മുന്നേ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും അറിയാത്തത് എന്തെങ്കിലും ഞാൻ പറയുന്നുണ്ടെങ്കിൽ എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി വയനാടാണ് കേട്ടോ. ഓപ്ഷൻ സി വയനാടാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. നമ്മുടെ കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? വയനാടാണ് കേട്ടോ. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? വയനാടാണ്. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എത്ര? കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എത്ര? ഓപ്ഷൻ എ 580 കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എത്രയാണ്? 580. സ്ഥിരമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്, സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുമുണ്ട്. ഇവിടെ വേറൊരു കാര്യം അറിഞ്ഞിരിക്കണം. നമ്മുടെ കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനവും രേഖാംശ സ്ഥാനവും ചോദിക്കാറുണ്ട് കേട്ടോ. ഏതാണ് കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം? അക്ഷാംശ സ്ഥാനം ആർക്കെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ? 8 ഡിഗ്രി 18 ഡിഗ്രി നോർത്തും 8 ഡിഗ്രി 18 നോർത്തും അതുപോലെ തന്നെ 12 ഡിഗ്രി 48 നോർത്തും അക്ഷാംശ സ്ഥാനമാണ് പറയുന്നത്. 8 ഡിഗ്രി 18 നോർത്തും 12 ഡിഗ്രി 48 നോർത്തുമാണ് അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? 8 ഡിഗ്രി 18 നോർത്ത് 12 ഡിഗ്രി 48 നോർത്ത്, മറന്നുപോലെ. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ രേഖാംശ സ്ഥാനം എത്രയാണ്? ഓർമ്മ കിട്ടുന്നുണ്ടോ? 74 ഡിഗ്രി 52 ഈസ്റ്റും അതുപോലെ തന്നെ 77 ഡിഗ്രി 22 ഈസ്റ്റും. രേഖാംശ സ്ഥാനം എത്രയാണ്? കേരളത്തിൻ്റെ രേഖാംശ സ്ഥാനം എത്രയാണ്? 74 ഡിഗ്രി 52 ഈസ്റ്റ് ടു 77 ഡിഗ്രി 22 ഈസ്റ്റാണ് കേരളത്തിൻ്റെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനവും രേഖാംശ സ്ഥാനവും ഓർമ്മ വന്നില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ ഗവേഷണ കേന്ദ്രം, നെയ്യാർ ഡാം, ഇടുക്കി ഡാമിൻ്റെ ഭൂഗർഭ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം മൂലമറ്റം, കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി തെന്മല ഡാം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണല്ലേ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരിയാണോ? അല്ല. ഏതാണ്? പള്ളിവാസലാണല്ലേ. സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ പഠിച്ചാലോ. കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? നെയ്യാർ ഡാമിലാണ്. ഇടുക്കി ഡാമിൻ്റെ ഭൂഗർഭ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ഏതാണ്? മൂലമറ്റം. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? തെന്മല ഡാമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? രണ്ടാമത്തത് തെന്മല ഡാമാണ്. അപ്പോൾ ഏറ്റവും വലുത് ഏതാണ്? കല്ലടയാണ് കേട്ടോ. കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. കല്ലട. രണ്ടാമത്തെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? തെന്മല ഡാമാണ്. അതുപോലെ തന്നെ ചോദിക്കുന്നതാണ്, നമ്മുടെ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? മരക്കുന്നം ദ്വീപാണ് കേട്ടോ. മരക്കുന്നം ദ്വീപിലാണ് നമ്മുടെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മരക്കുന്നം ദ്വീപ്. അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ പവർ സ്റ്റേഷൻ്റെ സ്ഥാപക ശേഷി എപ്പോഴും ചോദിക്കാറുണ്ട്. ഇടുക്കി ഡാമിൻ്റെ പവർ സ്റ്റേഷൻ്റെ സ്ഥാപക ശേഷി എത്രയാണ്? 780 കേട്ടോ. ഇടുക്കി പവർ സ്റ്റേഷൻ്റെ സ്ഥാപക ശേഷി എത്രയാണ്? 780. അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം ചോദിക്കാറുണ്ട്. ഏതാണ്? റഷ്യയാണോ? കാനഡയാണ് കേട്ടോ. റഷ്യയല്ല, കാനഡയാണ് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇടുക്കിയുടെ പവർ സ്റ്റേഷൻ സ്ഥാപക ശേഷി എത്രയാണ്? 780. ഓർത്തിരിക്കുക കേട്ടോ. ഏറ്റവും വലിയ ഡാം ഏതാണ്? നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണ്? അത് 1955 പണി കഴിഞ്ഞിട്ടുള്ള മലമ്പുഴ ഡാമാണ് കേട്ടോ. മലമ്പുഴ. ഏറ്റവും വലിയ ഡാം ഏതാണ്? 1955 ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള മലമ്പുഴ ഡാമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ ശബരിഗിരി പറഞ്ഞല്ലോ, ഇവിടെ ഓർത്തിരിക്കേണ്ടതാണ്. നമ്മുടെ ഈ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്?
പമ്പയാണ് കേട്ടോ. പമ്പയിലാണ് നമ്മുടെ കേരളത്തിലെ ഈ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പമ്പയാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശബരിഗിരി അല്ല, പള്ളിവാസലാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി തെന്മല ഡാമാണ്. എങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലടയാണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അപ്പോൾ ആ ഏരിയ ചെറുതായിട്ടൊന്ന് കയറിയില്ലേ? ഇത് നോക്കാം. കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ എ ലാറ്ററൈറ്റ് ആണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ് കേട്ടോ. നമ്മുടെ ഈ ചെമ്മണ്ണിന് ചുവന്ന നിറം ഉണ്ടാവാനുള്ള കാരണം എന്തിൻ്റെ സാന്നിധ്യമാണെന്ന് ഇപ്പം അടുത്ത ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ചെമ്മണ്ണിന് ചുവന്ന നിറം കാരണം എന്താണ്? അയേൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് കേട്ടോ. അയേൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് കറുത്ത മണ്ണ്, അല്ലെങ്കിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആർക്കെങ്കിലും അറിയോ? കറുത്ത മണ്ണ് വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഏത് പേരിലാണ്? റിഗർ മണ്ണ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നു. എന്ത് തന്നെയാണ്? കറുത്ത മണ്ണാണ്. നമ്മുടെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. അതിനെ വേറെ രീതിയിൽ അറിയപ്പെടുന്നു. ഏത് പേരിലാണ്? റിഗർ മണ്ണ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ ആ ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി. 3 എല്ലുകളുടെ നഗരം എന്നറിയപ്പെടുന്നത്. 3 എല്ലുകളുടെ നഗരം ഏതാണ്? 3 എല്ലുകളുടെ നഗരം കോട്ടയം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ എ ആനമുടി ആണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത്? കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ഓപ്ഷൻ ബി മംഗളവനമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. വേറൊരു 2-3 പ്രത്യേകതയും കൂടി ഉണ്ടല്ലേ ഈ മംഗളവനത്തിന്. എന്തൊക്കെയാണെന്ന് അറിയോ? നമ്മുടെ കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്, മംഗളവനമാണ്. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? മംഗളവനമാണ്. അതുപോലെ തന്നെ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്നത് ഇവിടെ തന്നെയാണ്, മംഗളവനം പക്ഷി സങ്കേതത്തിലാണ്. അതുപോലെ തന്നെ ചോദിക്കാറുണ്ട്, കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി കാണപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? അതും എന്ത് തന്നെയാണ്? മംഗളവനം പക്ഷി സങ്കേതമാണ്. ഓർത്തിരിക്കുക കേട്ടോ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെന്താണ്? കണ്ടൽ കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ്. അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്നുണ്ട്. പിന്നെന്താണ്? കേരള ഹൈക്കോടതി കെട്ടിടത്തിന് സമീപത്തായിട്ട് കാണപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്, മംഗളവനം പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? അത് 1983 തട്ടേക്കാടാണ്. തട്ടേക്കാട് ഓർമ്മ വന്നിട്ടുണ്ടാവും എല്ലാവർക്കും എന്ന് വിചാരിക്കണം. 1983 തട്ടേക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം എന്ന് പറയുന്നത്. പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കുമരകമാണ് കേട്ടോ. കുമരകമാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചൂളന്നൂർ പറഞ്ഞല്ലോ, ഈ ചൂളന്നൂർ പക്ഷി സങ്കേതത്തിന് വേറൊരു പേര് പറയല്ലോ, അതറിയോ? കെ നീലകണ്ഠൻ പക്ഷി സങ്കേതം കേട്ടോ. കെ നീലകണ്ഠൻ പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? നമ്മളുടെ ചൂളന്നൂർ പക്ഷി സങ്കേതമാണ്. കെ നീലകണ്ഠൻ പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഇത് തന്നെയാണ്, ചൂളന്നൂറാണ്. അവിടെ ഏത് തരം പക്ഷിയാണുള്ളത്? മയിലാണ് കേട്ടോ. മയിലിനെ സംരക്ഷിച്ച് വരുന്ന പക്ഷി സങ്കേതമാണ് ചൂളന്നൂർ എന്ന് പറയുന്നത് കേട്ടോ. അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി നൂറനാട് എന്താണ് സംഭവം? നൂറനാട് എങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത്? നൂറനാട് എൻ്റെ ക്വസ്റ്റ്യൻ അറിയാം. നൂറനാട് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മുടെ കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? നൂറനാടാണ് കേട്ടോ. നൂറനാട് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, നമ്മുടെ ദേശാടന പക്ഷികളുടെ പറദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ദേശാടന പക്ഷികളുടെ പറദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കടലുണ്ടിയാണ്. അതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കടലുണ്ടിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, നമ്മുടെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന് കേട്ടോ.
വള്ളിക്കുന്ന്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ എന്താണ് കമ്മ്യൂണിറ്റി റിസർവ് ഏതാണെന്ന് ചോദിച്ചാലും കടലുണ്ടി വള്ളിക്കുന്നാണ് കേട്ടോ. ദേശാടന പക്ഷികളുടെ പ്രദേശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏതാണ്? അത് കടലുണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ആ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്, ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടില്ല, എന്നാലും ചെറുതായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഹരിത കേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ഞാൻ ആ പറയുന്ന ഭാഗങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. എൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് പോകരുത്. ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല, കുറച്ചെങ്കിലും കാര്യങ്ങൾ ഓർമ്മ വന്നാലും ഫുള്ളായിട്ട് ഓർമ്മ വരുന്നില്ല, ആ ഭാഗം ഒട്ടും കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗം ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടെങ്കിലും ശ്രമിക്കുക കേട്ടോ. ഹരിത കേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2016 ഡിസംബർ 8-നാണ് ഹരിത കേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കുമ്പളങ്ങിയാണ് കേട്ടോ, കുമ്പളങ്ങി. കൊച്ചി മുസിരിസ് ബിനാലെ ആദ്യമായി നടന്നത് 2012-ലാണ്. കേരളത്തിൽ സ്വകാര്യ മേഖലയിലുള്ള കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് രാമക്കൽ മേടാണ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള കാറ്റാടി ഫാം ഇവിടെ സ്ഥിതി ചെയ്യുന്നു, രാമക്കൽ മേട്. താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദി, ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അയിരൂർ പുഴ, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ, കേരളത്തിലെ ഏറ്റവും വലിയ നദി ഭാരതപ്പുഴ. ഏതാണ് തെറ്റായിട്ടുള്ളത്? അറിയാലേ, ഓപ്ഷൻ ഡി ആണ്, ഭാരതപ്പുഴയല്ല. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? പെരിയാറാണ്. മനസ്സിലാവുന്നുണ്ട്? എന്നാൽ അതിൻ്റെ നീളം ഒന്ന് ഓർത്തിരുന്നേ. കിട്ടുന്നുണ്ട് ആർക്കെങ്കിലും പെരിയാറിൻ്റെ നീളം? 244 കേട്ടോ. ഇനി നമ്മുടെ ഈ പെരിയാർ എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? പെരിയാർ ഉത്ഭവിക്കുന്നത് എവിടുന്നാണ്? ശിവഗിരി മലയിൽ നിന്നാട്ടോ. ശിവഗിരി മലയിൽ നിന്നാണ്. നമ്മുടെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്ന നദിയാണ് കേട്ടോ ഈ പെരിയാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പതനം എന്ന് പറയുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ് കേട്ടോ. വേമ്പനാട്ട് കായലിലാണ് പെരിയാറിൻ്റെ പതനം എന്ന് പറയുന്നത്. ഉത്ഭവം എവിടെയാണ്? ശിവഗിരി മലയിൽ നിന്നാണ്. നീളം ഓർത്തിരിക്കുക 244. ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. മനസ്സിലാവുന്നുണ്ടോ? ബാക്കിയൊന്ന് നോക്കിയാലോ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? രാമപുരം നദി. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദി. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? അയിരൂർ പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. ഏറ്റവും വലുത് പെരിയാർ. നമുക്ക് ആദ്യത്തെ 5 എണ്ണത്തിൻ്റെ നീളം അങ്ങ് പഠിച്ചിട്ട് പോവാം. ഓക്കെ, പെരിയാറിൻ്റെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഭാരതപ്പുഴ. എത്രയാണ്? 209 ആണ് കേട്ടോ. 209 എവിടുന്നാണ് ഉത്ഭവം? എവിടുന്നാണ്? ആനമലയിൽ നിന്നാണ് കേട്ടോ. ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ. നീളം ഓർത്തിരിക്കുക 209. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ആനമലയിൽ നിന്നാണ്. അടുത്തത് ഏതാണ്? പമ്പ. എത്രയാണ്? 176. എവിടുന്ന് ഉത്ഭവം? പുളിച്ചിമല. പമ്പ പുളിച്ചിമല. പമ്പ 176, പുളിച്ചിമല. നമ്മുടെ പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ പമ്പയാണ് കേട്ടോ. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് പമ്പയാണ്. അടുത്തത് ചാലിയാർ. എത്രയാണ്? 169. എവിടെ നിന്നാണ്? ഇളമ്പലേരിക്കുന്ന് എന്നാണ് കേട്ടോ. ഭാരതപ്പുഴ 109 ആനമലയിൽ നിന്ന് ഉത്ഭവം. പമ്പ 176 പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവം. ചാലിയാർ 169 ഇളമ്പലേരിക്കുന്നുകളിൽ നിന്ന് ഉത്ഭവം. ഒന്നും കൂടെ നമുക്ക് നോക്കാം. ചാലക്കുടി പുഴ. എത്രയാണ്? 145.5 ആണ്. എവിടുന്നാണ്? അത് ആനമലയിൽ നിന്നാണ് ഉത്ഭവം. അപ്പോൾ നമ്മുടെ ഈ ചാലക്കുടി പുഴയുമായിട്ട് പറയുന്ന ഒരു ഡാമാണ് തുമ്പൂർ മുഴി. അതുമായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. നമ്മുടെ ജലസേചനത്തിനായിട്ട് ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാം ഏത്? ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? തുമ്പൂർ മുഴിയാണ് കേട്ടോ. തുമ്പൂർ മുഴിയാണ്. ഓർത്തിരിക്കുക. ഷോളയാർ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് ഏതിൽ തന്നെയാണ്? ചാലക്കുടി പുഴയിലാണ് കേട്ടോ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അതും ചാലക്കുടി പുഴയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം. ഏതാണ്?
മേപ്പാടിയാണ് കേട്ടോ. കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ്? മേപ്പാടി. അങ്ങനെയെങ്കിൽ പൂക്കോട് തടാകം എന്താകൃതിയിലാണ്? പൂക്കോട് തടാകം ഇന്ത്യൻ ഭൂപടത്തിൻ്റെയാണ് കേട്ടോ. ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലാണ് എന്ത് കാണപ്പെടുന്നത്? പൂക്കോട് കാണപ്പെടുന്നത്. ശാസ്താംകോട്ടയാണെങ്കിലോ എഫ് ആണ്, മീൻസ് ഫ്രഷ് വാട്ടർ. മനസ്സിലാവുന്നുണ്ടോ? ശുദ്ധജല തടാകം, ഫ്രഷ് വാട്ടർ, എഫ് എന്ന് അങ്ങനെ ആലോചിച്ചാൽ മതി. ശാസ്താംകോട്ട എഫ് ആകൃതിയിലാണ് കാണപ്പെടുന്നത്. അഷ്ടമുടിക്കായലാണെങ്കിലോ നീരാളി അല്ലെങ്കിൽ പനയോല. നീരാളി അല്ലെങ്കിൽ പനയോല ആകൃതിയിലാണ് കാണപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലാണെങ്കിൽ മേപ്പാടി, പൂക്കോട് ഏതാകൃതിയിലാണ്? ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലാണ്. ശാസ്താംകോട്ടയാണെങ്കിൽ എഫിൻ്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. അഷ്ടമുടിക്കായലാണെങ്കിൽ നീരാളി അല്ലെങ്കിൽ പനയോലയുടെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള ഭൂപ്രദേശങ്ങൾ അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള ഭൂപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഏതാണ്? തീരപ്രദേശമാണ്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് പ്രത്യേകതയായിട്ട് വരുന്നത്. തീരപ്രദേശം എങ്ങനെയാണ്? സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ളതാണ് ഭൂപ്രദേശങ്ങൾ. അങ്ങനെയാണെങ്കിൽ മലനാടാണെങ്കിൽ 75 മീറ്ററിന് മുകളിലുള്ള പ്രദേശങ്ങളാണ്. 75 മീറ്റർ മുകളിലുള്ള പ്രദേശങ്ങളെ, കൂടുതൽ ഉയരമുള്ള പ്രദേശത്തെയാണ് എന്ത് പറയുന്നത്? മലനാട് എന്ന് പറയുന്നത്. തീരപ്രദേശം പിന്നെ അറിയാലോ, നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗത്തെയാണ് നമ്മൾ തീരപ്രദേശമായിട്ട് കണക്കാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇങ്ങനെയാണ് നമ്മുടെ കേരള ഭൂപ്രകൃതിനെ തരംതിരിച്ചിരിക്കുന്നത്. കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെ ചുമതല വഹിക്കുന്നത്. കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെ ചുമതല വഹിക്കുന്നത്. ഓപ്ഷൻ എ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി CMI സന്യാസി സഭ. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപിള്ള രചിച്ച നോവൽ. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപിള്ള രചിച്ച നോവൽ ഏതാണ്? തലയോടാണ് കേട്ടോ. എന്നാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്? വർഷം 1946 കേട്ടോ. ഓർത്തിരിക്കണേ. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ KPCCയുടെ സമ്മേളനം നടന്ന സ്ഥലം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ KPCCയുടെ സമ്മേളനം നടന്ന സ്ഥലം. ഓപ്ഷൻ ബി വടകരയാണ് കേട്ടോ. വടകര. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണൻ P. കൃഷ്ണപിള്ള. പാലിയം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ്. പാലിയം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് C. കേശവൻ. താഴെ പറയുന്നതിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപർ. ഓപ്ഷൻ ഡി ആണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയായിരുന്നു അല്ലേ. സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ശരിയായിട്ടുള്ള പ്രസ്താവനകളൊക്കെ പഠിച്ചിരിക്കണേ. 1857 വിപ്ലവത്തിൽ ബറേലിയിൽ നേതൃത്വം നൽകിയത് ആര്? 1857 വിപ്ലവത്തിൽ ബറേലിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് കേട്ടോ. അതിർത്തി ഗാന്ധി എന്നൊക്കെ പറയുന്ന ഖാൻ ബഹദൂർ ഖാനാണ് 1857 വിപ്ലവത്തിൽ ബറേലിയിൽ നേതൃത്വം നൽകിയത്. ഖാൻ ബഹദൂർ ഖാനാണ് കേട്ടോ. ഖാൻ ബഹദൂർ ഖാൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൺവർ സിംഗ് എവിടെയാണ് നേതൃത്വം നൽകിയത്? ഓർമ്മ വരുന്നുണ്ടോ? ബീഹാർ പോരട്ടെ, ആര, പിന്നെ ഒന്നും കൂടി ഉണ്ട്, ജഗദീഷ്പൂർ അല്ലേ. ജഗദീഷ്പൂർ, ബീഹാർ, ആര, ജഗദീഷ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൺവർ സിംഗ് 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. മനസ്സിലാവുന്നുണ്ടോ? ഷാമൽ എവിടെയാണ്? ഷാമൽ ബറൌട്ട് പർഗാനയിലാണ് കേട്ടോ. ബറൌട്ട് പർഗാനയിലാണ് ഷാമല് നേതൃത്വം കൊടുത്തത്. ബറൌട്ട് പർഗാന. ഫിറോസ് ഷാ ആണെങ്കിലോ
മാൻഡസോറിലായിരുന്നു കേട്ടോ. മാൻഡസോർ. കൺവർ സിംഗ് എവിടെയായിരുന്നു? ബീഹാർ. പിന്നെ എവിടെയാണോ? ആര, ജഗദീഷ്പൂർ. ഷാമലിലെ ബറൌട്ട് പർഗാനയിലാണ്. പിന്നെ ഖാന ബഹദൂർ ഖാൻ നമ്മൾ പറഞ്ഞല്ലോ ബറേലിയിലായിരുന്നു. ഫിറോസ് ഷാ ആണെങ്കിൽ മാൻഡസോറിലാണ് 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓരോ സ്ഥലങ്ങളിൽ അവിടെ എന്താണ് 1857 വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്. നമുക്ക് ജസ്റ്റ് നോക്കിയാലോ. മീററ്റിൽ ആരായിരുന്നു? മീററ്റ് കദം സിംഗ് ആയിരുന്നു കേട്ടോ. കദം സിംഗ്. മീററ്റ് കദം എന്ന് ആലോചിച്ചാൽ മതി. മീററ്റിലൊക്കെ കദമായി, എല്ലാവരും മരിച്ചു, എല്ലാവരും കദം ഹോഗയ. മീററ്റിൽ ആരാണ്? കദം സിംഗ്. മധുരയിൽ ദേവി സിംഗ് ആണ് കേട്ടോ. മധുര ദേവി എന്ന് ആലോചിച്ചാൽ മതി. മധുരയിലുള്ള ദേവിക്ക് ഭയങ്കര പവർഫുള്ളാണ്. മധുര ദേവി സിംഗ് കേട്ടോ. കാൺപൂരിൽ ആരാണ്? കാൺപൂരിൽ അത് വേഗം കിട്ടും, സ്ഥിരമായിട്ട് വരുന്നതാണ്. ആരാണ്? നാനാ സാഹിബാണ്. നാനോ കാറിൽ വന്നിറങ്ങി. കാൺപൂരിൽ നാനോ കാറിൽ സാഹിബ് വന്നിറങ്ങി എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ ഓരോ കോഡാണ്, മുന്നേ പഠിച്ചതാണ്. ഡൽഹിയിൽ ആരാണ് നേതൃത്വം കൊടുത്തത്? ഡൽഹിയിൽ 2 പേരുണ്ടായിരുന്നു അല്ലേ? ആരൊക്കെയാണ്? ജനറൽ ഭക്ത് ഖാനും പിന്നെ ആരാണ്? ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. ഇതൊക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ്. ബഹദൂർ ഷാ രണ്ടാമനും. ഡൽഹിയിലെ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ് നേതൃത്വം കൊടുത്തത്. കോട്ടയിലാണെങ്കിലോ? കോട്ട ജയ് ദയാൽ. കോട്ട ജയ് എന്ന് ആലോചിച്ചാൽ മതി. നമ്മളൊരു കോട്ടയ്ക്ക് മുന്നിൽ നിന്നിട്ട് ജയ് വിളിക്കുക. കോട്ട ജയ് ദയാൽ. ഇനി അടുത്തതാണ് ഹരിയാനയിൽ ആരായിരുന്നു? ഹരിയാന റാവു തുലറാം ആണ് കേട്ടോ. റാവു തുലറാം. ഹരിറാവു എന്ന് ആലോചിച്ചാൽ മതി. ഹരിയാനയിൽ റാവു തുലറാം. ഹരിറാവു. നമുക്കറിയാലോ ഝാൻസി പിന്നെ പറയണ്ടല്ലോ. ആരാണ്? റാണി ലക്ഷ്മിബായി ആണ് നേതൃത്വം കൊടുത്തത്. ഫൈസാബാദിൽ ആരായിരുന്നു? ഫൈസാബാദിൽ ആരായിരുന്നു? മൗലവി അഹമ്മദുള്ളയായിരുന്നു കേട്ടോ. മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. അപ്പോൾ ഇത്രയും പേരെ ഓർമ്മ വന്നു എന്ന് വിചാരിക്കണം. മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം. മീററ്റിൽ ആരാണ്? കദം സിംഗ്. മീററ്റ് കദം ഹോഗയ. കദം എന്നൊക്കെ ആലോചിച്ചാൽ മതി. മധുരയിലാണെങ്കിൽ മധുര ദേവി സിംഗ്. മധുര ദേവി എന്ന് ആലോചിക്കുക. കാൺപൂരിലാണെങ്കിൽ നാനോ കാറിൽ എന്താണ് സാഹിബ് വന്നിറങ്ങി എന്ന് ആലോചിക്കുക. ഡൽഹിയിൽ ആരൊക്കെയായിരുന്നു? ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. കോട്ടയിൽ നമ്മൾ പോയിട്ട് ജയ് വിളിക്കുകയാണ്. കോട്ടയിൽ ജയ് ദയാൽ. ഹരിയാനയിലാണെങ്കിൽ റാവു തുലറാം. ഹരിറാവു എന്ന് ആലോചിച്ചാൽ മതി. ഝാൻസിയിൽ നമുക്കറിയാം റാണി ലക്ഷ്മിബായി. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. കൊമതകമാരു പ്രക്ഷോഭം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗദ്ദാർ പാർട്ടിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കൊമതകമാരു പ്രക്ഷോഭം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഏതാണ്? ഗദ്ദാർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആരാണ് ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ? ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാലാണ് കേട്ടോ. ലാലാ ഹർദയാലാണ്. എന്നാണ് രൂപീകരിക്കപ്പെട്ടത്? 1913 ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. ആര്? ലാലാ ഹർദയാൽ. അവിടെ നിന്ന് സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. 1915 നവംബർ 16 തൂക്കിലേറ്റപ്പെട്ട ഗദ്ദാർ പാർട്ടി നേതാവ് ആരാണ്? പേര് കിട്ടുന്നുണ്ടോ? കർത്താർ സിംഗ് സാരഭയാണ് കേട്ടോ. കർത്താർ സിംഗ് സാരഭയാണ് 1915 നവംബർ 16 തൂക്കിലേറ്റപ്പെട്ട ഗദ്ദാർ പാർട്ടി നേതാവായിരുന്നു കർത്താർ സിംഗ് സാരഭ എന്ന് പറയുന്നത്. അപ്പോൾ ഗദ്ദാർ പാർട്ടി വർഷം ഓർമ്മയുണ്ടല്ലോ, 1913 കേട്ടോ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊണ്ടതെന്ന്? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊണ്ടതെന്ന് എന്നാണ്? 1996 മാർച്ച് 14 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊള്ളുന്നത്. ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആരാണ്? സുഗതകുമാരി ടീച്ചറാണ്. സുഗതകുമാരി ടീച്ചറായിരുന്നു കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിലാരാണ്? നിലവിലെ കേരള വനിതാ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവിയാണ് കേട്ടോ. പി സതീദേവി ഓർത്തിരിക്കണേ. പി സതീദേവി. നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്?
എവിടുന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് അല്ലേ നിയമവാഴ്ച കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നാണ്. പിന്നെ ബ്രിട്ടനിൽ നിന്ന് എന്തൊക്കെയാണ് കടമെടുത്തിട്ടുള്ളത്? ആലോചിച്ച് നോക്കിയേ. ഏക പൗരത്വം ഇല്ലേ? ഏക പൗരത്വം. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നുണ്ടല്ലോ റിട്ട് ബ്രിട്ടൻ അല്ലേ? റിട്ട് ബ്രിട്ടൻ. പിന്നെയോ സ്പീക്കർ. പിന്നെന്താണ്? ക്യാബിനറ്റ് സമ്പ്രദായം. പിന്നെന്താണ്? പ്രധാനമന്ത്രി. ഇതൊക്കെ എവിടുന്ന് എടുത്തതാണ്? നമ്മുടെ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങളാണ്. ഏതൊക്കെയാണ്? സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് നിയമവാഴ്ചയും റിട്ടുകളും കേട്ടോ. അതുപോലെ തന്നെ ഏക പൗരത്വം ചോദിക്കാറുണ്ട്, ബ്രിട്ടനിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. പിന്നെ ക്യാബിനറ്റ് സമ്പ്രദായം, റിട്ടുകൾ, സ്പീക്കർ, പിന്നെന്താണ്? പാർലമെൻ്ററി ജനാധിപത്യം, പ്രധാനമന്ത്രി, ഇതൊക്കെ എന്താണ്? നമ്മുടെ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിട്ടുള്ളവയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ കുറച്ചും കൂടെ നോക്കിയാലോ. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് നിർദ്ദേശക തത്വങ്ങൾ. എവിടെ നിന്നെടുത്തു? നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? അയർലൻഡിൽ നിന്നാണ് കേട്ടോ. അയർലൻഡിൽ നിന്നാണ്, മാറിപ്പോകാതെ. അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. എന്നാൽ പറയും ഭരണഘടനാ ഭേദഗതി എവിടെ നിന്നാണ്? ഭരണഘടനാ ഭേദഗതി എന്ന് എഴുതാം കേട്ടോ. ഭേദഗതി എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ദക്ഷിണാഫ്രിക്ക മറന്നുപോലെ. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. നമ്മുടെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം എവിടെ നിന്ന് എടുത്തു? കാനഡയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. കാനഡയിൽ നിന്നാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം എന്നിവ കടം കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ലിസ്റ്റും കൂടി ഇല്ലേ? കൺകറൻറ്റ് ലിസ്റ്റ്. അതെവിടുന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. കൺകറൻറ്റ് എവിടുന്നാണ്? ഓസ്ട്രേലിയ. പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് പഞ്ചവത്സര പദ്ധതിയും മൗലിക കടമകളും. എവിടുന്നാണ്? പഞ്ചവത്സര പദ്ധതികളും മൗലിക കടമകളും എവിടുന്നാണ്? റഷ്യ. പഞ്ചവത്സര പദ്ധതി, മൗലിക കടമകൾ എവിടെ നിന്ന് കടമെടുത്തു? റഷ്യ. പിന്നെ ചോദിക്കുന്നതാണ് റിപ്പബ്ലിക്ക് എവിടെ നിന്ന് എടുത്തു? ഫ്രാൻസ്. റിപ്പബ്ലിക് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തു നിന്നാണ് റിപ്പബ്ലിക് എന്നുള്ള ആശയം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് USA. ഒരുപാട് കടം കൊണ്ടിട്ടുണ്ട്. USA എന്നും ബ്രിട്ടനിൽ നിന്നുമാണ് ഒരുപാട് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. USA എന്ന് ഏതൊക്കെയാണ്? ആമുഖം അല്ലേ? സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ആമുഖം. അതുപോലെ തന്നെ മൗലികാവകാശങ്ങൾ. മൗലിക കടമ എവിടുന്നാണ്? റഷ്യ എന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ എവിടുന്നാണ്? അയർലൻഡിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ എവിടുന്നാണ്? USA എന്നാണ് മൗലികാവകാശങ്ങൾ. പിന്നെ എന്താണ്? ലിഖിത ഭരണഘടന. ഇതെല്ലാം എവിടുന്നാണ്? USA എന്നാണ്. പ്രസിഡന്റിൻ്റെ ഇംപീച്ച്മെൻറ്റ്, സ്വതന്ത്ര നീതി ന്യായ വ്യവസ്ഥ, ഇതെല്ലാം എവിടുന്നാണ്? USA എന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. മറന്നുപോകലെ. സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ആമുഖം, സുപ്രീം കോടതി, മൗലികാവകാശങ്ങൾ, ലിഖിത ഭരണഘടന. ഇത്രയും എവിടുന്നാണ് എടുത്തിരിക്കുന്നത്? USA എന്നാണ് എടുത്തിരിക്കുന്നത്. മറന്നുപോകല്ലേ. ആ ഒരു ഭാഗം എന്തെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ പഠിച്ചിട്ട് പോണേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഭാഗമാണത്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 2ലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കേട്ടോ. ഭാഗം 2ലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. ഏത് ആർട്ടിക്കിളാണ്? എവിടെ മുതൽ എവിടം വരെ? പൗരത്വം. ഏതാണ്? 5 മുതൽ 11 വരെയാണ് ആർട്ടിക്കിളിലാണ് എന്ത് പറയുന്നത്? പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ എന്താണ്? ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് പറയാൻ പോകുന്നത്? ഏത് വർഷമാണ് പറയാൻ പോകുന്നത്? ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 1955 വരുന്ന ക്വസ്റ്റ്യനാണ്. സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. പിന്നെ സ്ഥിരമായിട്ട് നമ്മുടെ പ്രിലിംസിന് ഒരു വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ ഈ പൗരത്വം നേടുന്നതിനെക്കുറിച്ചും നഷ്ടപ്പെടുത്തുന്നതിനെക്കുറിച്ചും നമുക്കറിയാലോ. പൗരത്വം ഇത്ര രീതിയിൽ പോകാം, ഇത്ര രീതിയിൽ നമുക്ക് ആർജിച്ചെടുക്കാം. അങ്ങനെ എത്ര രീതിയിൽ എത്ര രീതിയിൽ നേടിയെടുക്കാമെന്നായിരുന്നു അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ്? 5 വിധത്തിലാണ് നമുക്ക് പൗരത്വം നേടാൻ പറ്റുന്നത്. 5 വിധത്തിൽ നമുക്ക് പൗരത്വം നേടാൻ പറ്റും. 3 വിധത്തിൽ നമ്മുടെ പൗരത്വം എന്ത് ചെയ്യും? നഷ്ടപ്പെടുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഈ 5 വിധം പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയൊക്കെയാണ്? 1. ജന്മസിദ്ധമായി, ബൈ ബർത്തിലൂടെ കിട്ടും, ജന്മസിദ്ധമായ പൗരത്വം. പിന്നെ പിന്തുടർച്ച വഴി നമുക്ക് കിട്ടും.
പിന്നെന്താണ്, നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് ഇവിടെ എന്താണ് ഇവിടെ ജനിച്ച് ഇവിടെ തന്നെ ജീവിക്കുകയാണ്, നമ്മൾ ഇവിടെ തന്നെ ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് പിന്തുടർച്ച വഴി ഇവിടെ എന്ത് കിട്ടി? പൗരത്വം കിട്ടി. അങ്ങനെ പിന്നെ ബൈ രജിസ്ട്രേഷൻ വഴി കിട്ടും. പിന്നെ എങ്ങനെയാണ്? ഒരുപാട് കാലം താമസിച്ചിട്ട് ചിരകാലവാസം വഴി. പിന്നെ എങ്ങനെയാണ്? പ്രാദേശിക സംയോജനം. പ്രദേശങ്ങളൊക്കെ കൂടിച്ചേരുന്നതിൻ്റെ ഭാഗമായി നമുക്ക് എന്ത് ചെയ്യും? എന്താണ്? പൗരത്വം ലഭിക്കും. അപ്പോൾ 5 വിധത്തിലാണ് നമുക്ക് പൗരത്വം ലഭിക്കുന്നത്. ഏതൊക്കെയാണ്? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴി ലഭിക്കുന്നു, രജിസ്ട്രേഷൻ വഴി, പിന്നെ എങ്ങനെയാണ്? ചിരകാലവാസം മുഖേന, പിന്നെ പ്രാദേശിക സംയോജനം. ഇനി നമ്മൾ പറഞ്ഞൂലേ പൗരത്വം 3 രീതിയിൽ നഷ്ടപ്പെടാമെന്ന് പറഞ്ഞു അല്ലേ? ഏതൊക്കെ രീതിയിലാണ്? 3 രീതിയിൽ നമുക്ക് നഷ്ടപ്പെടാം. ഏതൊക്കെ രീതിയിലാണ്? ഒന്ന് പരിത്യാഗം, പിന്നെന്താണ്? നിർത്തലാക്കൽ, പിന്നെ പൗരത്വാപഹരണം കേട്ടോ. പൗരത്വാപഹരണം നേരെ എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ നമുക്ക് 3 രീതിയിൽ പൗരത്വം നമുക്ക് നഷ്ടപ്പെടാനുള്ള രീതിയുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പരിത്യാഗം വഴിയും, പിന്നെ നിർത്തലാക്കലും, പിന്നെ പൗരത്വാപഹരണം വഴിയും. മനസ്സിലാവുന്നുണ്ടോ? 5 വിധത്തിൽ നമുക്ക് പൗരത്വം നേടാം. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴി, രജിസ്ട്രേഷൻ വഴി, ചിരകാലവാസം മുഖേന, പ്രാദേശിക സംയോജനം മൂലം. അപ്പോൾ ഇവിടുന്ന് ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. 1955 മറക്കരുത് കേട്ടോ. എന്താണ് 1955 ഞാൻ പറഞ്ഞത്? നമ്മുടെ ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള വർഷമാണ് കേട്ടോ 1955 എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് ഏതാണ്? പാഞ്ചജന്യമാണ്. അയ്യങ്കാളിയുടെ ശവകുടീരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പാഞ്ചജന്യമാണ്. എന്താണ് ചിത്രകൂടം? അയ്യങ്കാളി സ്മാരകമാണ് കേട്ടോ. അയ്യങ്കാളി സ്മാരകമാണ് ചിത്രകൂടം. അയ്യങ്കാളി സ്മാരകമാണ് ചിത്രകൂടം എന്ന് പറയുന്നത്. ശവകുടീരം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പാഞ്ചജന്യമെന്നും. അയ്യങ്കാളിയുടെ സ്മാരകമാണ് ചിത്രകൂടം എന്ന പേരിലും അറിയപ്പെടുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവരിൽ മെർക്കുറിയുടെ അയിരേത്? കൊടുത്തിരിക്കുന്നതിൽ മെർക്കുറിയുടെ അയിരേത്? ഏതാണ്? സിന്നബാറാണ് അല്ലേ? മെർക്കുറിയുടെ അയിരേതാണ്? സിന്നബാറാണ്. അപ്പം നമുക്ക് കുറച്ച് അയിരും അതിൻ്റെ മൂലകങ്ങളും കുറച്ച് അയിര് നോക്കിയാലോ? ലെഡ് ഏതാണ്? ലെഡിൻ്റെ അയിര് ഏതാണ്? ഗലീനയാണ് അല്ലേ? സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ലെഡിൻ്റെ അയിര് ഏതാണ്? ഗലീന. ഗലീന. അടുത്തത് തോറിയത്തിൻ്റെ ഏതാണ്? മോണോസൈറ്റ് ആണ് കേട്ടോ. തോറിയത്തിൻ്റെ മോണോസൈറ്റ് ആണ്. തോറിയത്തിൻ്റെ ഏതാണ്? മോണോസൈറ്റ്. ലെഡിൻ്റെ ഗലീന, തോറിയം മോണോസൈറ്റ്. അടുത്തത് പിച്ച് ബ്ലെൻഡ് ഏത് മൂലകത്തിൻ്റെയാണ് പിച്ച് ബ്ലെൻഡ്? യുറേനിയത്തിൻ്റെയാണ് പിച്ച് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ അയിര്. ഗലീന ലെഡാണ്. മോണോസൈറ്റ് തോറിയം. മെർക്കുറി സിന്നബാർ. അടുത്തത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അലൂമിനിയത്തിൻ്റെ അയിര്. ഏതാണ്? ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിൻ്റെ അയിര്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ബോക്സൈറ്റ്, അലൂമിനിയം. സിങ്കിൻ്റെ അയിര് ഏതാണ്? സിങ്കിൻ്റെ അയിര് ഏതാണ്? കലാമിനാണ് കേട്ടോ. കലാമിൻ. സിങ്കിൻ്റെ ഏതാണ്? കലാമിൻ. അടുത്തത് ഇരുമ്പ് ഏതാണ്? ഹെമറ്റൈറ്റ് ആണ് കേട്ടോ. ഹെമറ്റൈറ്റ് ആണ് ഇരുമ്പിൻ്റെ. ഹെമറ്റൈറ്റ്. അടുത്തത് ചെമ്പിൻ്റെ അയിര് ഏതാണ്? കുപ്രൈറ്റ് ആണ് കേട്ടോ. കുപ്രൈറ്റ്. നിങ്ങൾക്ക് അറിയാത്ത ഭാഗമാണ് ഇതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും നോക്കണേ. അടുത്തത് ആൻറ്റിമണി. ഏതാണ് അയിര്? സ്റ്റിപ്നൈറ്റ് ആണ് കേട്ടോ. സ്റ്റിപ്നൈറ്റ്. അപ്പോൾ ഇത്രയും അയിരുകളും ധാതുക്കളും ഇവിടെയൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ലെഡ് ഗലീന, തോറിയം നമ്മുടെ മോണോസൈറ്റ്, യുറേനിയം പിച്ച് ബ്ലെൻഡ്, അലൂമിനിയം ബോക്സൈറ്റ്. അലൂമിനിയാണ് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നത് കേട്ടോ. സ്ഥിരമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നത് അലൂമിനിയാണ്. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്?
കല്യാണിക്കുട്ടിയമ്മയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് ഏതാണ്? കല്യാണിക്കുട്ടിയമ്മയാണ്. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കല്യാണിക്കുട്ടിയമ്മ. ഈ മോഹിനിയാട്ടം എന്താണ്? നമ്മുടെ കേരളത്തിൽ തന്നെ ഉത്ഭവിച്ചിട്ടുള്ളൊരു കലാരൂപമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കേരളത്തിൽ ഉത്ഭവിച്ചൊരു കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മോഹിനിയാട്ടം. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന നിയമമേത്? ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്നും വരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന നിയമമേത്? ഏതാണ്? ബോയിൽ നിയമമാണ് കേട്ടോ. ബോയിൽ നിയമമാണ്. 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ മുഖ്യ പ്രമേയം എന്തായിരുന്നു? 2025 പരിസ്ഥിതി ദിന മുഖ്യ പ്രമേയം എന്തായിരുന്നു? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ബീറ്റ് പൊല്യൂഷൻ എന്നായിരുന്നു കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2026 സാമ്പത്തിക നോബൽ പ്രൈസ് നേടിയവരിൽ ഉൾപ്പെടാത്തത് ആര്? താഴെ കൊടുത്തിട്ടുള്ളവരിൽ 2026 സാമ്പത്തിക നോബൽ പ്രൈസ് നേടിയവരിൽ ഉൾപ്പെടാത്തത് ആര്? ഓപ്ഷൻ സി ആണ്. ഡാരൻ അസൈഗ്മോഗ്ലു ആണ് 2026 സാമ്പത്തിക നോബൽ പ്രൈസ് ലഭിക്കാത്തത് കേട്ടോ. 3 പേര് ലഭിച്ചു. ജോയൽ മോക്കിയർ, ഫിലിപ്പ് ആഗ്നിയോൺ, പീറ്റർ ഹോവിറ്റ്. ഇവർക്ക് 3 പേർക്കുമാണ് 2026 സാമ്പത്തികത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. താഴെ തന്നിട്ടുള്ളവയിൽ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, വൻകിട കർഷകനും ചെറുകിട കർഷകനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങൾ കൂടുതൽ ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു. നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തതാണ് കേട്ടോ. നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്ന് പറയുന്നത് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നില്ല. ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു. നമ്മൾ സ്ഥിരമായിട്ട് വരുന്നതാണ് ഈ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത്, ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മകളിൽ ഉൾപ്പെടാത്തത് എന്നിങ്ങനെ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. വിള ഉൽപ്പാദനത്തിൽ വൻ വർധനവ്. അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിൻ്റെയും അരിയുടെയും വിളകളുടെ വിസ്തൃതി ഹരിത വിപ്ലവ കാലത്ത് ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതി കുറഞ്ഞു. ഇന്ത്യ ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത നേടുന്നതിന് എന്ത് ചെയ്തു? ഇത് കാരണമായി. ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യധാന്യ ശേഖരത്തിൽ നിന്നും പൊതുവിതരണ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ കഴിഞ്ഞു. കൃഷിയോഗ്യമായ സ്ഥലത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണേ. വിളവുൽപ്പാദനത്തിൽ വൻ വർധനവ്, ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതി കുറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യധാന്യ ശേഖരത്തിൽ നിന്നും പൊതുവിതരണ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ കഴിഞ്ഞു, കൃഷിയോഗ്യമായ സ്ഥലത്തിൻ്റെ അളവ് വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പോരായ്മ ഉണ്ടാവുമല്ലോ. എന്തൊക്കെയാണ്? വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കൂടി. ഹരിത വിപ്ലവത്തിൻ്റെ ഗുണം കൂടുതൽ ലഭിച്ചത് വൻകിട കർഷകർക്കായിരുന്നു. ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം ചില സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. കാർഷിക വായ്പകളുടെ ആവശ്യകത കൂടി. പാവപ്പെട്ട കർഷകരുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. യന്ത്രവൽക്കരണം തൊഴിൽ നഷ്ടമുണ്ടാക്കി. വാണിജ്യ വിളകളുടെ പുരോഗതിക്കാണ് ഇത് ഏറെ സഹായിച്ചത്. ഭക്ഷ്യവിളകളിൽ ഗോതമ്പിന് മാത്രമായിരുന്നു ഹരിത വിപ്ലവത്തിൻ്റെ ഫലം ലഭിച്ചത്. ആയതിനാൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെട്ടു. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മകളും കൂടെ നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആ നേട്ടങ്ങളിൽ ചിലപ്പോൾ തരുന്നത് അതിൻ്റെ പോരായ്മയായിരിക്കും. അപ്പോൾ നമുക്കത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റണം. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സംക്രമണ മൂലകങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഇവ ലോഹങ്ങളാണ്. സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവാറും നിറമുള്ളവയാണ്. സംക്രമണ മൂലകങ്ങളുടെ നിറത്തിന് കാരണം അയോണുകളുടെ സാന്നിധ്യമാണ്. ഇവ എസ് ബ്ലോക്കിൽ പെടുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. ഈ സംക്രമണ മൂലകങ്ങൾ എസ് ബ്ലോക്കിലല്ല ഡി ബ്ലോക്കിലാണ് പെടുന്നത്. ഡി ബ്ലോക്കിലാണ് പെടുന്നത്. ബാക്കിയെല്ലാം കറക്റ്റ് അല്ലേ? ഏതൊക്കെ ഗ്രൂപ്പുകളിലായിട്ടാണ്? 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലായിട്ടാണ് അല്ലേ? 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലുള്ള മൂലകങ്ങളെ എന്ത് വിളിക്കുന്നു? സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. എന്തൊക്കെയാണ് പ്രത്യേകത? ലോഹങ്ങളാണ്. പിന്നെന്താണ്? സംയുക്തങ്ങൾ മിക്കവാറും നിറമുണ്ടാക്കും. പിന്നെന്താണ്? അതിൻ്റെ നിറത്തിന് കാരണം എന്താണ്? അയോണുകളുടെ സാന്നിധ്യമാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയാണ് കേട്ടോ. ഗോവ. നിലവിലെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആര്? നിലവിലെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആര്?
അശോക് കുമാർ ലാഹിരി. നിലവിലെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? അശോക് കുമാർ ലാഹിരി. പ്രാചീന തമിഴകത്തെ കാടും മലയും നിറഞ്ഞ പ്രദേശത്തെ എങ്ങനെ അറിയപ്പെടുന്നു? പ്രാചീന തമിഴകത്തെ കാടും മലയും നിറഞ്ഞ പ്രദേശത്തെ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? കുറിഞ്ചി എന്ന പേരിലാണ് കേട്ടോ. കുറിഞ്ചി എന്ന പേരിലാണ്. നമ്മുടെ പ്രാചീന തമിഴകത്തെ 5 ഭൂവിഭാഗങ്ങളാക്കിയിട്ടാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ തിണകൾ എന്ന പേരിലാണ് അറിയിട്ടുണ്ടായിരുന്നത്. തിണകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ 5 പ്രദേശങ്ങളെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നത്. ഇതിൽ മുല്ലൈ എന്ന് പറയുന്നത് എന്തായിരുന്നു? പുൽമേടുകളായിരുന്നു കേട്ടോ. മുല്ലൈ എന്ന് പറയുന്നത് പുൽമേടുകളായിരുന്നു. നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമായിരുന്നു കേട്ടോ. നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമായിരുന്നു. മരുതം എന്ന് പറയുന്നത് വയൽ പ്രദേശമായിരുന്നു. മരുതൽ എന്താണ്? വയൽ പ്രദേശമാണ്. ഇനി അതുപോലെ തന്നെ കുറിഞ്ചി നമ്മൾ പറഞ്ഞു കാടും മലയും നിറഞ്ഞ പ്രദേശമാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. ഒന്നും കൂടി ഉണ്ട് പാലൈ. പാലൈ എന്ന് പറയുന്നത് വരണ്ട പ്രദേശമായിരുന്നു കേട്ടോ. വരണ്ട പ്രദേശമായിരുന്നേ. അവിടെ ഈ കന്നുകാലി കവർച്ചയിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. പാലയിൽ താമസിച്ചിരുന്നവർ കേട്ടോ. അവിടെ വരണ്ട പ്രദേശമാണ്. അപ്പോൾ ഈ പ്രാചീന തമിഴകത്തെ ഈ തിണകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കട്ടെ. ഞാൻ SCERT കണ്ടപ്പോൾ എടുത്തതാണേ. താഴെ പറയുന്നവയിൽ DPT വാക്സിനിൽ ഉൾപ്പെടാത്ത രോഗമേത്? താഴെ പറയുന്നവയിൽ DPT വാക്സിനിൽ ഉൾപ്പെടാത്ത രോഗമേത്? ഓപ്ഷൻ സി മഞ്ഞപ്പിത്തം. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? ഓപ്ഷൻ ഡി അൽനിക്കോയാണ് കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? അൽനിക്കോ. അൽനിക്കോ ആണ്. ഇൻവാർ എന്താണ്? ഇൻവാർ പെൻഡുലം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. പെൻഡുലം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഇൻവാർ ആണ്. ബ്രിട്ടാനിയം കേട്ടിട്ടുണ്ടാവും. ബ്രിട്ടാനിയം എന്താണ്? ഓസ്കാർ ശില്പങ്ങളൊക്കെ നിർമ്മിക്കാൻ ഉണ്ടാക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? ബ്രിട്ടാനിയമാണ് കേട്ടോ. ബ്രിട്ടാനിയം. അതുപോലെ തന്നെ കാർബറാണ്ടം എന്താണ്? ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് കേട്ടോ. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് കാർബറാണ്ടം എന്ന് പറയുന്നത്. ഒന്നും കൂടെ അറിഞ്ഞിരിക്കുക. അതിൽ ഹീറ്റിംഗ് ഓയിലും കൂടെ കൊടുത്തിട്ടുണ്ട്. ഹീറ്റിംഗ് ഓയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അതേതാണ്? നിക്രോമാണ് കേട്ടോ. നിക്രോമാണ് ഹീറ്റിംഗ് ഓയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം കേട്ടോ. ഹീറ്റിംഗ് ഓയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? നിക്രോമാണ് കേട്ടോ. അപ്പോൾ ഇൻവാർ എന്തിനാണ്? ഇൻവാർ പെൻഡുലം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ്. ബ്രിട്ടാനിയം ഞാൻ പറഞ്ഞു. ഓസ്കാർ പിന്നെന്താണ്? കാർബറാണ്ടം ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ അൽനിക്കോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കാന്തം നിർമ്മിക്കാൻ. പിന്നെ ഒന്നും കൂടെ നമ്മൾ പറഞ്ഞല്ലോ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതായിരുന്നു? നിക്രോമാണ്. ചേരിചേരാ നയം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്? ചേരിചേരാ നയം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരാണ്? VK കൃഷ്ണമേനോനാണ് കേട്ടോ. VK കൃഷ്ണമേനോനാണ് ഈ ചേരിചേരാ നയം ആദ്യമായിട്ട് രൂപം കൊണ്ടത്. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1955 ചേരിചേരാ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് കേട്ടോ. ചേരിചേരാ പ്രസ്ഥാനം എന്നാണ് 1955 രൂപം കൊണ്ടിട്ടുള്ളത്. അത് രൂപം കൊള്ളാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സമ്മേളനമുണ്ട്. അതും ചോദിക്കാറുണ്ട്. ബന്ധൂങ് ആണ് കേട്ടോ. ബന്ധൂങ് സമ്മേളനമാണ് നമ്മുടെ ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം എന്ന് പറയുന്നത് കേട്ടോ. 1955 ബന്ധൂങ്. ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി? ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി ഇതാണ്? സ്വരാജ് പാർട്ടിയാണ് കേട്ടോ. സ്വരാജ് പാർട്ടി CR ദാസിൻ്റെയും മോത്തിലാൽ നെഹ്റുവിൻ്റെയും അവർ സ്ഥാപിച്ചിട്ടുള്ള പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ആ പാർട്ടിയാണ് ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി. മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ദന്തം വെച്ച് കൊടുക്കുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? മന്ദഹാസമാണ് കേട്ടോ. മന്ദഹാസം. മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ദന്തം വെച്ച് കൊടുക്കുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? മന്ദഹാസമാണ്. നമ്മുടെ അതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന ആൾക്ക് ഒരു പല്ല് ശരിയാക്കാൻ വേണ്ടിയിട്ട് ലഭിക്കുന്ന പരമാവധി തുക എന്ന് പറയുന്നത് 5000 രൂപയാണ് കേട്ടോ. 5000 രൂപയാണ്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു നമ്മുടെ ഈ പ്രതീക്ഷ അത് കണ്ടോ? അതെന്താണെന്നറിയോ? മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള ഒരു പുനരധിവാസത്തിനുള്ള പദ്ധതിയാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പുനരധിവാസ പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? പ്രതീക്ഷ എന്ന് പറയുന്നത് കേട്ടോ. മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ദന്തം കൊടുക്കുന്നതാണ് മന്ദഹാസം പദ്ധതി കേട്ടോ. ലിംഫോസൈറ്റിനെ സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു, ബാക്ടീരിയയെ നശിപ്പിക്കുന്നു, ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു, ക്യാൻസർ കോശങ്ങളും നശിപ്പിക്കുന്നു. ഇതിലേതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം എന്താണ്? തെറ്റാണ്. 2ഉം 3ഉം തെറ്റാണ്. നമുക്കറിയാമല്ലോ ലിംഫോസൈറ്റ് 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ബിയും ഉണ്ട്, ടിയും ഉണ്ട്. തൈമസും ഉണ്ട്, ബോൺ മാരോയിലും മജ്ജയിൽ ഉണ്ടാകുന്നത് ബി ലിംഫോസൈറ്റും ഉണ്ട്, ടി ലിംഫോസൈറ്റും ഉണ്ട്. അതിൽ ടി ലിംഫോസൈറ്റ് എന്താണ് ചെയ്യുന്നത്? ടി ലിംഫോസൈറ്റ് എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു, അതുപോലെ തന്നെ എന്താണ്? ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു, വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു. ഏത് ലിംഫോസൈറ്റ്? ടി ലിംഫോസൈറ്റ്. അപ്പോൾ ഒന്ന് ശരിയല്ലേ? വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു. 4 ക്യാൻസർ ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു. ടി ലിംഫോസൈറ്റുമായി ലിംഫോസൈറ്റുമായി സംബന്ധിച്ച പ്രസ്താവനയിൽ ആൻസറായിട്ട് വരുന്നത് 2ഉം 3ഉം തെറ്റെന്നാണ് കേട്ടോ. 2ഉം 3ഉം തെറ്റ്. അപ്പോൾ ടി ലിംഫോസൈറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു, ക്യാൻസർ ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബി ലിംഫോസൈറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഈ രോഗകാരികൾക്കെതിരെയൊക്കെ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്? ഈ ബി ലിംഫോസൈറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗകാരികൾക്കെതിരെയൊക്കെ ആൻറ്റിബോഡി നിർമ്മിക്കുന്നത് ആരാണ്? ബി ലിംഫോസൈറ്റ് ആണ്. ആൻറ്റിബോഡി ആരാണ് നിർമ്മിക്കുന്നത്? ബി ലിംഫോസൈറ്റ് ആണ്. ഈ ആൻറ്റിബോഡികളാണ് എന്ത് ചെയ്യുന്നത്? ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നശിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആൻറ്റിബോഡികളാണ് വിഷാംശത്തെ നശിപ്പിക്കുന്നത്, അല്ലാതെ ലിംഫോസൈറ്റ് അല്ല. ഇവിടെ ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു എന്ന് കണ്ടോ? പക്ഷേ ലിംഫോസൈറ്റ് അല്ല ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നത്. ബി ലിംഫോസൈറ്റ് ആൻറ്റിബോഡി നിർമ്മിക്കുമ്പോൾ ഈ ആൻറ്റിബോഡിയാണ് ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കുന്നത് ആരല്ല? ലിംഫോസൈറ്റ് അല്ല. നമുക്കറിയാം അല്ലേ? ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? മോണോസൈറ്റ്, അതുപോലെ തന്നെ വേറെന്താണ്? ന്യൂട്രോഫില്ല്. മോണോസൈറ്റ്, ന്യൂട്രോഫില്ല് തുടങ്ങിയ ശ്വേതരക്താണുക്കളാണ് ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നത്. ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും ഒക്കെ അല്ലേ? ടി ലിംഫോസൈറ്റ് എന്താണ്? വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. ബി ലിംഫോസൈറ്റാണ് എന്തിൽ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലെത്തുന്ന രോഗാണുക്കൾക്കെതിരെ എന്ത് ചെയ്യുന്നു? ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ആൻറ്റിബോഡികളാണ് ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നത് കേട്ടോ. ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ആരൊക്കെയാണ്? മോണോസൈറ്റും ന്യൂട്രോഫില്ലുമാണ്. ഓർത്തിരിക്കുക. വായു നിറച്ചൊരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നതിന് കാരണം? വായു നിറച്ചൊരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നതിന് കാരണം ചാൾസ് നിയമമാണ് കേട്ടോ. വായു നിറച്ചൊരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടിപ്പോകാൻ കാരണം എന്നാണ് ചാൾസ് നിയമം. അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന രീതി ഏത്? അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രം കൂടിയതും ആകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന രീതി ഏത്? ഓപ്ഷൻ ഡി ആണ്. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുകയാണ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ അപദ്രവ്യം സാന്ദ്രത കുറവ്, അയിരിന് സാന്ദ്രത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ഭാരം കുറഞ്ഞ അപദ്രവ്യം എന്ന് പറഞ്ഞാൽ വേസ്റ്റുകൾ, മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന രീതി ഏതാണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുകയാണ്. അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഏതാണ്? ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണം, പിന്നെന്താണ്? സ്വർണത്തിൻ്റെ അയിരുകൾ നമ്മൾ മാറ്റുന്നത്. ഈ നിലമ്പൂരിൽ എവിടേക്കോ ഈ സ്വർണം ഒഴുകി വരുന്ന ഒരു സംഭവങ്ങളൊക്കെ മുന്നേട്ടോ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് അരിച്ചെടുക്കുക അത്ര ചെയ്യുക. ഈ ജലപ്രവാഹത്തിൽ തന്നെ ഇങ്ങനെ അരിച്ച് കഴുകിയെടുക്കുക അത്ര ചെയ്യുക. ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് മുന്നേ. അപ്പോൾ ഇതിന് ഉദാഹരണം എന്താണ്? നമ്മുടെ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണം, അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ അയിരുകൾ. ഇത്രയുമാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത്. എന്താണെന്നും കൂടെ അറിഞ്ഞിരിക്കണം കേട്ടോ. വേസ്റ്റിന് സാന്ദ്രത കുറവാണ്, പക്ഷേ എന്താണ്? അയിരിന് സാന്ദ്രത കൂടിയതാണ്. അങ്ങനെ എന്താണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്താണ് ലീച്ചിങ് എന്ന് പറയുന്നത്? എന്താണ് ലീച്ചിങ്? അതിനുള്ള ഉദാഹരണമൊക്കെ പഠിച്ചിരിക്കണം. എന്താണ് ലീച്ചിങ് എന്ന് പറയുന്നത്? എന്താണ് ലീച്ചിങ്?
ഒരു അനുയോജ്യമായിട്ടുള്ള ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കും. പിന്നീട് എന്ത് ചെയ്യുന്നു? ആ ലയിക്കുന്ന അവദ്രവ്യങ്ങളെ അരിച്ചു മാറ്റും. ഇതിനെയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് അലൂമിനിയത്തിൻ്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റ്. അലൂമിനിയത്തിൻ്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റ് വേർതിരിക്കുന്നത് ഏത് രീതിയാണ്? ലീച്ചിങ് ആണ്. വരച്ചിരിക്കുക കേട്ടോ. ല എല്ലാത്തിലും ഉണ്ട് അല്ലേ? ലീച്ചിങ് അലൂമിനിയം ബോക്സൈറ്റ് ഓർത്തിരിക്കുക. അങ്ങനെയായിരിക്കും. ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടൊന്നും ചോദിക്കില്ല കേട്ടോ. ഇനി അടുത്തത് പ്ലവന പ്രക്രിയ. എന്താണ് പ്ലവന പ്രക്രിയ എന്ന് പറഞ്ഞാൽ? എന്താണ് പ്ലവന പ്രക്രിയ? നേരെ തിരിച്ച് പറയുകയാണ്. ഇവിടെ സാന്ദ്രത കുറവല്ലേ അപദ്രവ്യത്തിന്, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലേനും. പ്ലവന പ്രക്രിയയിലേക്ക് വരുമ്പോൾ അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറവുമാകുമ്പോൾ ഉപയോഗിക്കുന്നതാണ് പ്ലവന പ്രക്രിയ. അപദ്രവ്യത്തിന് വേസ്റ്റിന് സാന്ദ്രത കൂടുതലാണ്, അയിരിന് എന്താണ് സാന്ദ്രത കുറവാണ്. അങ്ങനെയെങ്കിൽ ഏത് യൂസ് ചെയ്യാം? പ്ലവന പ്രക്രിയ യൂസ് ചെയ്യാം. ഇവിടെ ഉദാഹരണമുണ്ട് സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണം. സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണം ഓർത്തിരിക്കുക കേട്ടോ. ഇതിനാണ് പ്ലവന പ്രക്രിയ ഉദാഹരണം ഏതാണ്? സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണമാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നതിന് ഏതൊക്കെയാണ് ഉദാഹരണം നമ്മൾ പറഞ്ഞത്? ഓക്സൈഡ് അയിരുകൾ, അതുപോലെ തന്നെ എന്താണ് സ്വർണ്ണത്തിൻ്റെ അയിരുകൾ മാറ്റുന്നത്. ലീച്ചിങ്ങിനാണെങ്കിൽ എന്താണ്? അലൂമിനിയത്തിൻ്റെ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ഏതാണ്? ലീച്ചിങ് ആണ്. സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണം ചെയ്യുന്നത് ഏത് വഴിയാണ്? പ്ലവന പ്രക്രിയ വഴിയാണ്. ഓർത്തിരിക്കുക കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എത്രയാണ്? 1993 ഒക്ടോബർ 12-നാണ് അല്ലേ? 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇനി നമ്മുടെ ഈ സ്ഥിരമായിട്ട് വരുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ് കേട്ടോ. ഇങ്ങനെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അതിൽ തെറ്റായത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ടാവും. 1993 സെപ്റ്റംബർ 28 നിലവിൽ വന്ന മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് പ്രകാരമാണ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കൺഫ്യൂഷൻ അടിക്കും, പക്ഷേ അത് പഠിച്ചു വെക്കുക കേട്ടോ. 1993 സെപ്റ്റംബർ 28 നടന്ന 28 നിലവിൽ വന്നിട്ടുള്ള മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസിന് പ്രകാരമാണ് ഈ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ. എഴുതി വെക്കുക, പഠിക്കുക കേട്ടോ. ദേശീയ കമ്മീഷൻ എന്താണൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇനി നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ്? മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ്? അധ്യായം 2 ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒക്കെ വൺ വേർഡ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് കുറിക്കുന്ന നമ്മുടെ ഭാഗം ഏതാണ്? അധ്യായം ഏതാണ്? അധ്യായം 2 സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതും കൂടെ ഒന്ന് അറിഞ്ഞിരുന്നോളൂ. സെക്ഷൻ 3 പറയുന്നത്. സെക്ഷൻ 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഭാഗം 2. പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ആദ്യ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് കേട്ടോ. സ്ഥിരമായിട്ട് വരുന്നതാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്രയാണ്. അതുപോലെ തന്നെ കാലാവധിയും ചോദിക്കാറുണ്ട്. 3 വർഷം 70 വയസ്സാണ് കേട്ടോ. 3 വർഷം 70 വയസ്സാണ്. നമ്മുടെ ഈ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇത്രയും ഇതുമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? നാഥുല ചുരമാണ് കേട്ടോ. നാഥുല ചുരമാണ്. സിൽക്ക് റൂട്ടൊക്കെ എന്ന് അറിയപ്പെടുന്നു. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? നാഥുല ചുരം, സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്നു. ഇനി ഷിപ്കില ചുരം എന്താണ്? എവിടെയാണ് ഷിപ്കില? ഹിമാചൽ പ്രദേശ് ടു ടിബറ്റിനെയാണ് കേട്ടോ ബന്ധിപ്പിക്കുന്നത്. ടിബറ്റാണ്. ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഷിപ്കില ചുരമാണ്. സോജില ആണെങ്കിലോ? സോജില ശ്രീനഗർ ടു കാർഗിലാണ്. ജലപ്ല ആണെങ്കിലോ? ജലപ്ല അത് സിക്കിം ടു ലാസ. നാഥുല ചുരം നമുക്കറിയാം സിക്കിം ടു ടിബറ്റാണ്. ഷിപ്കില ആണെങ്കിൽ ഹിമാചൽ പ്രദേശ് ടു ടിബറ്റാണ്. സോജില ശ്രീനഗർ ടു കാർഗിലാണ്. ജലപ്ല ആണെങ്കിൽ സിക്കിം ടു ലാസയാണ് ബന്ധിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ചിലത് ഇവിടെ ചോദിക്കാറുണ്ട്. ബനിഹാൽ ചുരം ബന്ധിപ്പിക്കുന്നത് എവിടെയൊക്കെയാണ്? ജമ്മു ടു ശ്രീനഗർ ആണ് കേട്ടോ. ജമ്മു ടു ശ്രീനഗറാണ് ബനിഹാൽ ചുരം ബന്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചോദിക്കാറുള്ളതാണ് റോഹ്താങ് ചുരം ഏതൊക്കെയാണ്?
കുളു, ലാഹുൾ എന്നിവയെ സ്പിത്തി താഴ്വരകളുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. കുളു, ലാഹുൾ എന്നിവയെ എന്തുമായിട്ട്? സ്പിത്തി താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? റോഹ്താങ് ആണ്. റോഹ്താങ് ആണ്. ഇനി അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് ബാരാലാച്ച. ബാരാലാച്ച ലാ എന്നും കാണാറുണ്ട് കേട്ടോ SCERT-യിൽ. അത് ലാഹുൾ ടു ലഡാക്ക് ആണ് കേട്ടോ. ലാ വരുമ്പോൾ തന്നെ ലാഹുൾ ടു എങ്ങടാണ്? ലഡാക്ക്. ഒക്കെ ലാ വെച്ചിട്ട് അല്ലേ. ബാരാലാച്ച ലാഹുൾ ടു ലഡാക്ക്. അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബോഡിംഗ്ല. ബോഡിംഗ്ല. ബോഡിംഗ്ല ചുരമാണ് കേട്ടോ അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ വന്നിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖലയിലെ പ്രധാന ചുരങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പെടാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചിട്ട് വരും. ഏതൊക്കെയാണ്? സോജില ഉണ്ട്, ഷിപ്കില ഉണ്ട്, നാദുല, അതുപോലെ തന്നെ ലിപുലേക്ക്. ഇത്രയുമാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖലയിലെ പ്രധാന ചുരങ്ങൾ എന്ന് പറയുന്നത്. ഉത്തരപർവ്വത മേഖലയിലെ പ്രധാന ചുരങ്ങൾ ഏതൊക്കെയാണ്? സോജില, ഷിപ്കില, നാദുല, ലിപുലേക്ക്. സോജില എവിടെയാണ്? ജമ്മുവിലാണ്. സോജില എവിടെയാണ്? ജമ്മുവിൽ. ഷിപ്കില ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. ഷിപ്കില ഹിമാചൽ പ്രദേശിലാണ്. നാദുല അറിയാലോ, സിക്കിമിലാണ്. സിക്കിമിൽ. ലിപുലേക്കാണെങ്കിൽ അറിയാം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന പ്രക്രിയ. ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന പ്രക്രിയ ഏതാണ്? ചാലനമാണ് കേട്ടോ. ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന പ്രക്രിയ ഏതാണ്? ചാലനമാണ്. സംവഹനം. സംവഹനം എന്താണ്? നമ്മുടെ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്നത് ഏത് വഴിയാണ്? സംവഹനം വഴിയാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമാകുന്നത് ഏതാണ്? സംവഹനം. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമാകുന്നത് ഏതാണ്? സംവഹനം. എന്താണ് അഭിവഹനം എന്ന് പറഞ്ഞാൽ? എന്താണ് അഭിവഹനം? പറഞ്ഞുതരാം. ഒരു തിരശ്ചീന തരത്തിലുള്ള വായുവിൻ്റെ ചലനത്തിലൂടെ താപം ഇങ്ങനെ കൈമാറി ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് അഭിവഹനം എന്ന് പറയുന്നത്. തിരശ്ചീന നേരെയുള്ള ഒരു തലത്തിൽ വായുവിൻ്റെ ഈ ചലനത്തിലൂടെ താപം ഇങ്ങനെ കൈമാറി പോകുന്നതിനെയാണ് അഭിവഹനം എന്ന പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് വികിരണം? വികിരണം മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രേഷണ രീതിയാണ് വികിരണം എന്ന് പറയുന്നത് അല്ലേ. ഒരു ബൾബിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണെങ്കിൽ എന്താണ് ചൂട് അനുഭവപ്പെടുന്നതൊക്കെ എന്താണ്? വികിരണം വഴിയാണ്. നമ്മളിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തതാണ്. നൈട്രിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണ പ്രക്രിയ. നൈട്രിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണ പ്രക്രിയ ഏതാണ്? ഓസ്റ്റ്വാൾഡ് പ്രക്രിയയാണ് കേട്ടോ. നൈട്രിക് ആസിഡിൻ്റെ വ്യാവസായിക പ്രക്രിയ ഏതാണ്? ഓസ്റ്റ്വാൾഡ് പ്രക്രിയയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഹേബർ ഏതിൻ്റെയാണ്? അമോണിയയുടെ വ്യാവസായിക നിർമ്മാണ പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ എന്ന് പറയുന്നത്. സമ്പർക്ക പ്രക്രിയയാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡാണ് കേട്ടോ. സമ്പർക്ക പ്രക്രിയയാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിന് പറയുന്നതാണ് സമ്പർക്ക പ്രക്രിയ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്വാർട്സ് പ്രക്രിയ കണ്ടോ? അത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സ്വാർട്സ് പ്രക്രിയ എന്താണത്? ആൽക്കൈൽ ക്ലോറൈഡിൽ നിന്നോ ആൽക്കൈൽ ബ്രോമൈഡിൽ നിന്നോ ആൽക്കൈൽ ഫ്ലൂറൈഡ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് സ്വാർട്സ് പ്രക്രിയ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആൽക്കൈൽ ക്ലോറൈഡിൽ നിന്നോ അല്ലെങ്കിൽ ആൽക്കൈൽ ബ്രോമൈഡിൽ നിന്നോ എന്തുണ്ടാക്കുകയാണ്? ആൽക്കൈൽ ഫ്ലൂറൈഡ് നിർമ്മിക്കുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? സ്വാർട്സ് പ്രക്രിയ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാർ. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാർ ആരാണ്? ഫ്രഞ്ചുകാരാണല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു PDBF അല്ലേ. ആദ്യം വന്നത് പോർച്ചുഗീസുകാർ, അവസാനം വന്നത് ആരാണ്? അവസാനം വന്നത് ആരാണ്? ഫ്രഞ്ചുകാർ. ഇനിയും പോയതാണെങ്കിൽ നേരെ തിരിച്ചിട്ടാൽ മതി. ഫ്രഞ്ചുകാർ പോയി, ബ്രിട്ടീഷുകാർ പോയി, ഡച്ചുകാർ പോയി, അവസാനം പോയത് പോർച്ചുഗീസുകാർ. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഫ്രഞ്ചുകാർ വന്നപ്പോൾ അവർക്കൊരു ആസ്ഥാനം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇവർ വന്നപ്പോൾ ഇവർക്കൊരു ആസ്ഥാനം ഉണ്ടായിരുന്നു. അതെവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? പോണ്ടിച്ചേരിയാണ് കേട്ടോ. പോണ്ടിച്ചേരിയാണ്. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? പോണ്ടിച്ചേരി. അതുപോലെ തന്നെ ഫ്രഞ്ചുകാർ ആദ്യമായിട്ട് വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? സൂററ്റിലാണ് കേട്ടോ. സൂററ്റിലാണ് ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പോണ്ടിച്ചേരി. അതുപോലെ തന്നെ ഫ്രഞ്ചുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഇന്ത്യയിൽ സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? സൂററ്റിലാണ്. അവർ ഇന്ത്യ വിട്ടത് എന്നാണ്? 1954.
ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത് ഏത്? ഏതാണ്? കേസരിയാണ് അല്ലേ? കേസരി നമുക്കറിയാമല്ലേ. കേസരി മറാത്ത ആരുടെയാണ്? കേസരി മറാത്ത ആരുടെയാണ്? തിലക് അല്ലേ? തിലക് ബാലഗംഗാധര തിലകിൻ്റെയാണ് അല്ലേ. കേസരി മറാത്ത ആരുടെയാണ്? ബാലഗംഗാധര തിലക്. ബാക്കി ഗാന്ധിജിയുടെ യങ് ഇന്ത്യ, നവജീവൻ, ഹരിജൻ അല്ലേ. ഇനി നമുക്ക് കുറച്ച് പത്രങ്ങളുടെയും പ്രസിദ്ധീകരണങ്ങളും ആൾക്കാരെ നോക്കിയാലോ. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ന്യൂ ഇന്ത്യ, ന്യൂ ഇന്ത്യ. അതുപോലെ തന്നെ കോമൺവീൽ, കോമൺവീൽ ആരുടെയാണ്? ന്യൂ ഇന്ത്യ, കോമൺവീൽ ആരുടെയാണ്? അത് ആനി ബസന്റിൻ്റെയാണ് കേട്ടോ. ആനി ബസന്റിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവ കേട്ടോ. ഓർമ്മ വരുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പഠിക്കുക തത്വബോധിനി പത്രിക. തത്വബോധിനി പത്രിക ആരുടെയാണ്? ബോധി ദേബേന്ദ്രനാഥ ടാഗോർ. തത്വബോധി ദേബേന്ദ്രനാഥ ടാഗോർ കേട്ടോ. ദേബേന്ദ്രനാഥ ടാഗോറിൻ്റെയാണ് തത്വബോധിനി പത്രിക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ രാജാറാം മോഹൻ റോയുടെ കുറച്ച് പ്രസിദ്ധീകരണങ്ങളോടെ നോക്കാം. സംവാദ് കൗമുദി, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. സംവാദ് കൗമുദി. പിന്നെ അതുപോലെ തന്നെ വേറൊന്നാണ് മിറാത്തുൽ അക്ബർ, മിറാത്ത് ഉൾ അക്ബർ. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? രാജാറാം മോഹൻ റോയുടെയാണ്. അതുപോലെ തന്നെയാണ് ഫിറോസ് ഷാ മേത്തയുടെ പ്രസിദ്ധീകരണമാണ് ബോംബെ ക്രോണിക്കിൾ. ബോംബെ ക്രോണിക്കിൾ ആരുടെയാണ്? ഫിറോസ് ഷാ മേത്തയുടെയാണ് കേട്ടോ. ബോംബെ ക്രോണിക്കിൾ എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം ആരുടെയാണ്? ഫിറോസ് ഷാ മേത്ത. അതുപോലെ തന്നെയാണ് ലീഡർ. ലീഡർ ആരുടെയാണ്? അത് മദൻ മോഹൻ മാളവ്യയുടെയാണ് കേട്ടോ. മദൻ മോഹൻ മാളവ്യ. സ്ഥിരമായിട്ട് മുന്നേ ചോദിച്ചുകൊണ്ടിരുന്നതാണ് ബോംബെ സമാചാർ. ആദ്യ പ്രാവശ്യമൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതാണ് ബോംബെ സമാചാർ ആരുടെയാണ്? ഫർദുൻജി മസ്ബാൻ്റെയാണ് കേട്ടോ. ബോംബെ സമാചാർ ആരുടെയാണ്? ഫർദുൻജി മസ്ബാൻ്റെയാണ്. അതുപോലെ തന്നെ വന്ദേ മാതരം, വന്ദേ മാതരം ആരുടെയാണ്? വന്ദേ മാതരം ആരുടെയാണ്? ലാലാ ലജപത് റായിയുടെയാണ് കേട്ടോ. ലാലാ ലജപത് റായിയുടെയാണ് എന്തെന്ന് പറയുന്നത്? വന്ദേ മാതരം എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിദ്ധീകരണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കുക കേട്ടോ. പ്രിമിറ്റീവ് കൾച്ചർ എന്ന ബുക്ക് ആരുടെയാണ്? പ്രിമിറ്റീവ് കൾച്ചർ എന്ന ബുക്ക് ആരുടെയാണ്? ആരുടെയാണ്? E.B. ടൈലറിൻ്റെയാണ് കേട്ടോ. പ്രിമിറ്റീവ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ആരുടെയാണ്? E.B. ടൈലറിൻ്റെയാണ് കേട്ടോ. അത് SCERT എന്നുള്ളതാണ്. E.B. ടൈലർ 1871 പ്രസിദ്ധീകരിച്ച പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകത്തിലെ ആദ്യ വരികളിൽ സംസ്കാരത്തെ ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നു: സമൂഹത്തിലെ ഒരംഗമെന്ന നിലയിൽ മനുഷ്യർ ആർജിച്ച വിജ്ഞാനം, വിശ്വാസം, കലാ, സദാചാരങ്ങൾ, നിയമം, സമ്പ്രദായങ്ങൾ, മറ്റു കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകെത്തുകയാണ് സംസ്കാരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പ്രിമിറ്റീവ് കൾച്ചർ ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചുള്ളത് ആരുടെയാണ്? E.B. ടൈലറിൻ്റെയാണ് കേട്ടോ. തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ചടങ്ങ് ഏത് പേരിൽ അറിയപ്പെടുന്നു? തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ചടങ്ങ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അടയാളം കൊടുക്കൽ എന്ന പേരിലാണ് കേട്ടോ. തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ചടങ്ങ് എന്താണ്? അടയാളം കൊടുക്കൽ. SCERT-യിലുണ്ട്. വടക്കൻ കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം എന്ന് പറയുന്നത്. വൈവിധ്യപൂർണമായ ചടങ്ങുകളാണ് തെയ്യത്തിനുള്ളത്. തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങ് എന്താണ്? അടയാളം കൊടുക്കലാണ്. തെയ്യം കെട്ടുന്നയാൾ 1 മുതൽ 7 ദിവസം വരെ വ്രതമെടുക്കാറുണ്ട്. വർഷത്തിലൊരിക്കലാണ് കാവുകളിലും മറ്റും തെയ്യം കെട്ടിയാടുന്നത്. ആധുനിക കാലത്തും നിലനിൽക്കുന്ന തെയ്യം അനുഷ്ഠാനങ്ങളുടെ തുടർച്ചയും സാംസ്കാരിക പൊലിമയും വിളിച്ചോതുന്ന ഗ്രാമ കാഴ്ചകളാണ്. അപ്പോൾ ഈ നമ്മുടെ ആദ്യത്തെ, അതായത് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ കൊടുക്കുന്ന ആദ്യത്തെ ചടങ്ങ് ഏതാണ്? അടയാളം കൊടുക്കലാണ് കേട്ടോ. അടയാളം കൊടുക്കൽ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ കലാസാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരും. താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി ആണ്, ബാങ്കിങ് ആണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത്. അതും SCERT-ന്ന് എടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിഭജനം എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. പ്രാഥമിക മേഖല, പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല ഏതാണ്? പ്രാഥമിക മേഖലയാണ്. കൃഷിക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് ഈ മേഖലയെ കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നുണ്ട്. പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല ഏതൊക്കെയാണ്? കൃഷി,
വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം തുടങ്ങിയവ. പഠിച്ചിരിക്കണേ. പ്രാഥമിക മേഖലയ്ക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം. അതുപോലെ തന്നെ ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖല ഏതാണ്? ദ്വിതീയ മേഖലയാണ്. വ്യവസായത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ട് ഇതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? വ്യവസായിക മേഖല എന്നും പറയപ്പെടുന്നു. ഏതൊക്കെയാണ് ഉദാഹരണം? വൈദ്യുതി ഉൽപാദനം, ടെക്സ്റ്റൈൽസ് വ്യവസായം, കെട്ടിട നിർമ്മാണം. ഇത് മൂന്നും പഠിച്ചിരിക്കുക കേട്ടോ. വൈദ്യുതി ഉൽപാദനം, ടെക്സ്റ്റൈൽ വ്യവസായം, കെട്ടിട നിർമ്മാണം എന്തിലാണ് പെടുന്നത്? ദ്വിതീയ മേഖല അല്ലെങ്കിൽ എന്താണ്? വ്യവസായ മേഖലയിലാണ് പെടുന്നത്. ഇനി അടുത്തത് തൃതീയ മേഖല. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രദാനം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല എന്ന് പറയുന്നത്. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനോടൊപ്പം എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് ഇതിനെ എന്ത് പറയുന്നു? സേവന മേഖല എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ്? ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം. തൃതീയ മേഖല ഏതൊക്കെയാണ്? ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം തുടങ്ങിയവയാണ്. അപ്പോൾ ഇത് മൂന്നിൻ്റെയും എന്ത് പഠിക്കണം? ഉദാഹരണങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് കേട്ടോ. ഓർത്തിരിക്കണേ, 1986. നമ്മുടെ ഈ പരാതി പരിഹാര സംവിധാനങ്ങളൊക്കെ അറിയാമല്ലോ, അതൊക്കെ മാറ്റിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഈ പരാതി നൽകേണ്ട പൈസയുടെ തുകയുടെ അടിസ്ഥാനത്തിൽ അതിനെ മൂന്ന് തലത്തിൽ കമ്മീഷൻ ഉണ്ട്. ഏതൊക്കെയാണെന്നറിയാലോ? ജില്ലാ കമ്മീഷൻ, സംസ്ഥാന കമ്മീഷൻ, ദേശീയ കമ്മീഷൻ. അതിൻ്റെയൊക്കെ പൈസ നമ്മൾ അറിഞ്ഞിരിക്കണേ. ജില്ലാ കമ്മീഷനാണെങ്കിൽ 50 ലക്ഷം രൂപ വരെയാണ് കേട്ടോ. 50 ലക്ഷം രൂപ വരെയുള്ള പരാതികളാണ് സ്വീകരിക്കുന്നത് ജില്ലാ കമ്മീഷൻ. ഇനി അത് സ്റ്റേറ്റ് കമ്മീഷനാണെങ്കിലോ 50 ലക്ഷം മുതൽ 2 കോടി വരെയാണ് കേട്ടോ. 2 കോടി വരെ 50 ലക്ഷം മുതൽ 2 കോടി വരെയാണ് സംസ്ഥാന കമ്മീഷൻ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ദേശീയ കമ്മീഷനാണെങ്കിലോ 2 കോടിക്ക് മുകളിൽ കേട്ടോ. 2 കോടിക്ക് മുകളിൽ പരാതിയുള്ള തുക. അതാണ് നാഷണൽ കമ്മീഷൻ ദേശീയ കമ്മീഷൻ സ്വീകരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇത് പുതുക്കിയ പൈസയാണ് കേട്ടോ. ജില്ലാ കമ്മീഷൻ 50 ലക്ഷം രൂപ വരെ, സംസ്ഥാന കമ്മീഷൻ 50 ലക്ഷം മുതൽ 2 കോടി വരെ, ദേശീയ കമ്മീഷൻ 2 കോടിക്കും മുകളിൽ. ഇതൊന്നും അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ എന്താണ്? 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഉപഭോക്താവിന് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളെയും ഉപഭോക്തൃ കോടതികളെയും സമീപിക്കാവുന്നതാണ്. ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികൾ നിലവിലുണ്ട്. ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നത് തടയാനായി ശക്തമായ നിയമങ്ങൾ, ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്നിവ ആവശ്യമാണ്. 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നിട്ടുള്ളത്. വടക്കേ അമേരിക്കയിലെ വിശാലമായ പുൽമേടുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വടക്കേ അമേരിക്കയിലെ വിശാലമായ പുൽമേടുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്രയറി എന്നുള്ള പേരിലാണ് കേട്ടോ. പ്രയറി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന 2 പ്രധാന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? റോക്കിയും അപ്പലേച്ചിയൻ എന്നുമാണ് കേട്ടോ. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന 2 പ്രധാന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? റോക്കിയും അപ്പലേച്ചിയനും. ഈ ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠമായ സമതലങ്ങളാണ് മഹാസമതലങ്ങൾ. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകൾ എന്തു പറയുന്നു? പ്രയോറികൾ എന്ന് പറയുന്നു. മിസോറിയും മിസിസിപ്പിയും ഉൾപ്പെടെ ധാരാളം നദികൾ വടക്കേ അമേരിക്കയിലുണ്ട്. പഞ്ചമഹാ തടാകങ്ങൾ എന്നറിയപ്പെടുന്ന 5 വലിയ ജല തടാകങ്ങളും ഇവിടെയുണ്ട്. വടക്കേ അമേരിക്കയിലെ അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹത് താഴ്വരയായ ഗ്രാൻഡ് കാന്യോൺ ഒരു പ്രകൃതിദത്ത അത്ഭുതമാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗ്രാൻഡ് കാന്യോൺ എന്ന് പറയുന്നത്. ഏകദേശം 446 കിലോമീറ്റർ നീളവും 29 കിലോമീറ്റർ വരെ വീതിയും 1500 മീറ്ററിലധികം ആഴവുമുള്ളൊരു വലിയ താഴ്വരയാണ് ഗ്രാൻഡ് കാന്യോൺ എന്ന് പറയുന്നത്. കൊളറാഡോ നദിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ ബൃഹത് താഴ്വര. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടമാണ്. ഗ്രാൻഡ് കാന്യോൺ കേട്ടോ. പ്രയറികൾ മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളുടെ പേരെന്താണ്? പ്രയറികൾ എന്നുള്ളതാണ്. പ്രയറികൾ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ, പണ്ഡിറ്റ് കറുപ്പൻ എതിര് അല്ലേ. എതിര് ആരാണ് എഴുതിയത്? ഡോക്ടർ കുഞ്ഞാമനാണ് കേട്ടോ. ഡോക്ടർ എം കുഞ്ഞാമൻ്റെ ആത്മകഥയാണ് കേട്ടോ. കുഞ്ഞാമൻ ആത്മകഥയാണ് എതിര് എന്ന് പറയുന്നത്. ബാക്കി ദുരവസ്ഥ കുമാരനാശാൻ, അഗ്നിസാക്ഷി ലളിതാംബിക അന്തർജനം, ചെമ്മീൻ, തകഴി ശിവശങ്കരപ്പിള്ള. എതിരാരാണ്? ഡോക്ടർ എം കുഞ്ഞാമനാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെ കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏത്? ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെ കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏത്? ഓപ്ഷൻ ഡി ഹൈദരാബാദാണ്. ഹൈദരാബാദ്. ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെ കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണ്? ഹൈദരാബാദ്. ജുനഗഡ്, ഇത് നമ്മുടെ ടീച്ചേഴ്സ് ടെക്സ്റ്റിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ ടീച്ചേഴ്സിൻ്റെ ഹാൻഡ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണേ. 1948 ഫെബ്രുവരിയിൽ നടത്തിയ ജനഹിത പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ജുനഗഡിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചിട്ടുള്ളത്. ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെ 1948 ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തു. കാശ്മീരിനെ 1947 ഒക്ടോബറിൽ പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പത്താൻ വർഗ്ഗക്കാർ ജമ്മു കാശ്മീരിന് നേരെ ആക്രമണം ആരംഭിച്ച സമയത്ത് പരിഭ്രാന്തനായ കാശ്മീർ രാജാവ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിപ്പിക്കുകയും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെയാണ് ലയന കരാർ വഴിയാണ് കാശ്മീരും ആവുന്നത്, നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നത്. ജുനഗഡ് 1948. ഏത്? ജനഹിത പരിശോധന. ഹൈദരാബാദ് ഓപ്പറേഷൻ പോളോ 1948. കാശ്മീർ 1947 ലയന കരാർ വഴി ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗോവ വിമോചനത്തിനായി ഇന്ത്യൻ സൈന്യം തയ്യാറാക്കിയ നടപടി ഏത്? ഗോവ വിമോചനത്തിനായി ഇന്ത്യൻ സൈന്യം തയ്യാറാക്കിയ നടപടി ഏത്? ഓപ്ഷൻ എ ഓപ്പറേഷൻ വിജയ് ആണ്. ഓപ്പറേഷൻ വിജയ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത്. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം തടയുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ശരണബാല്യമാണ് കേട്ടോ. ശരണബാല്യമാണ് കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം തടയുന്നത്. അതായത് ഈ ബാലവേല, അടിമത്തം, അങ്ങനെയുള്ള ചൂഷണമൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണബാല്യം എന്ന് പറയുന്നത് കേട്ടോ. ശരണബാല്യം. ഇവിടെ കൊടുത്തിരിക്കുന്ന മാലാക എന്താണ്? അതും കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം തടയാനുള്ള കേരള പോലീസിൻ്റെ വകുപ്പാണ് കേട്ടോ. കേരള പോലീസ് നടത്തിയ പദ്ധതിയാണ് മാലാക എന്ന് പറയുന്നത് കേട്ടോ. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ തടയാൻ കേരള പോലീസ് നടത്തിയിട്ടുള്ള പദ്ധതിയാണ് മാലാക എന്ന് പറയുന്നത്. ബാലകേരളം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും ഒക്കെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് സംസ്ഥാന സാംസ്കാരിക വകുപ്പാണ് ആരംഭിച്ചിട്ടുള്ളത്. ബാലകേരളം. കരുതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിഷമ സാഹചര്യങ്ങളിൽ കഴിയുന്ന കുട്ടികളെയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ചൊരു പദ്ധതിയാണ് കരുതൽ എന്ന് പറയുന്നത് കേട്ടോ. വിഷമ സാഹചര്യങ്ങളിലൊക്കെ കഴിയുന്ന കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളത്. ശരണബാല്യം ഇമ്പോർട്ടൻ്റ് ആണ്. കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടന. കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടന ഏത്? ഓപ്ഷൻ എ മാർഗി. 2024 വള്ളത്തോൾ അവാർഡിന് അർഹനായത്. 2024 വള്ളത്തോൾ അവാർഡിന് അർഹനായത് അശോകൻ ചെരുവിലാണ് കേട്ടോ. 2024 വള്ളത്തോൾ അവാർഡിന് അർഹനായത് ആരാണ്? അശോകൻ ചെരുവിൽ. താഴെ പറയുന്ന ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏത്? താഴെ പറയുന്ന ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏത്? 3-ാം പഞ്ചവത്സര പദ്ധതി വ്യവസായ വികസനം, 5-ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം, 8-ാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം, 12-ാം പഞ്ചവത്സര പദ്ധതി ഗ്രാമീണ വികസനം. സി ആണല്ലേ ശരിയായിട്ടുള്ളത്. 8 എന്താണ്? മാനവശേഷി വികസനമാണ്. 3-ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണ് അല്ലേ. ഭക്ഷ്യ സ്വയം പര്യാപ്തത. 5-ാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിലോ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് അല്ലേ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 12-ാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിലോ അതാണ് എന്തെന്ന് പറയുന്നത്? സുസ്ഥിര വികസനം. സുസ്ഥിര വികസനമാണ് 12-ാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് വെച്ച ലക്ഷ്യം. പഞ്ചവത്സര പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത് 65 ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ഫാക്റ്റ് നോക്കി. ഞാൻ SCRT ഒക്കെ അരിച്ചു പെറുക്കിയിട്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക്